ഹലോ ഗൈസ്, ഗെയിമർമൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ തന്നെ നമ്മുടെ ഓഫീസിലേക്ക് പോവാണ് ഗീസ്. ഗീസ് ഇപ്പോൾ തന്നെ വൈകി ഗീസ്. 10 മണിക്കാണ് ഓഫീസിലെത്തേണ്ടത്. ഇപ്പോൾ 10:05 നമുക്ക് എന്തായാലും വേഗം തന്നെ അങ്ങോട്ട് പോവാം ഓഫീസിലേക്ക്. എന്താടാ അത്? സിംഹമല്ലേ? എന്തുവാടാ റോട്ടിൽ ഇത്രയും സിംഹങ്ങൾ? വണ്ടി തിരി തിരിച്ച് വീട്ടിലേക്ക് പോവാം ഗീസ്. ഇത് എന്താണ് ഗീസ്? റോഡും മൊത്തം സിംഹങ്ങൾ ഗീസ്. നമുക്കെന്തായാലും നമ്മുടെ വണ്ടി തിരിച്ച് വീട്ടിലോട്ട് കയറ്റാം ഗീസ്. എന്നാലും ഇങ്ങനെ ഇരിക്കും നമ്മുടെ ഈ ലോസ് ആൻഡോസിലേക്ക് ഇത്രയും സിംഹങ്ങൾ വന്നത്. നമുക്കെന്തായാലും വേദന വീട്ടിൽ കയറി പോവാം. നമ്മളാണെങ്കിൽ ഓഫീസിൽ പോകാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ നിന്ന് വണ്ടി റോട്ടിലോട്ട് ഇറക്കിയപ്പോൾ തന്നെ റോഡ് മൊത്തം സിംഹങ്ങൾ. എടാ ഷിൻചാനെ അവൻ്റെ അടുത്ത് ഇത് പറഞ്ഞ് അവൻ വിശ്വസിക്കുവോ? എടാ ഷിൻചാനെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഓഫീസിലോട്ട് പോകാൻ വേണ്ടി കാറ് പുറത്തോട്ട് ഇറക്കിയപ്പോൾ തന്നെ റോഡ് മൊത്തം സിംഹങ്ങളാടാ ഷിൻചാനെ. എന്താ റോഡ് മൊത്തം സിംഹങ്ങളോ? ആടാ ഷിൻചാനെ, ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ റോഡ് മൊത്തം സിംഹങ്ങളാടാ. ആടാ ഷിൻചാനെ, അത് തന്നെ ഞാനും ആലോചിക്കുന്നു. എന്നാലും ഇങ്ങനെയായിരിക്കും നമ്മുടെ ഒരു ലോസ് ആൻഡോസിലോട്ട് ഇത്രയധികം സിംഹങ്ങൾ വന്നത്. എടാ ഷിൻചാനെ, നമുക്കൊരു പണിയാം. നമ്മുടെ ന്യൂസ് വെച്ച് നോക്കാം. ന്യൂസിൽ ഇതിനെക്കുറിച്ച് കാണിക്കാതിരിക്കത്തില്ലടാ ഷിൻചാനെ. അപ്പം അറിയാൻ പറ്റും എങ്ങനെയായിരിക്കും നമ്മുടെ ഒരു ലോസ് ആൻഡോസിലോട്ട് ഇത്രയും സിംഹങ്ങൾ വന്നതെന്ന്. ആടാ ഷിൻചാനെ, നമുക്ക് വേഗം തന്നെ ന്യൂസ് വെക്കാം. വാടാ. നമ്മുടെ ഈ ഒരു ലോസ് ആൻഡോസിലേക്ക് കുറേയധികം സിംഹങ്ങൾ വന്നിട്ടുണ്ട്. ഈ സിംഹങ്ങൾ ലോസ് ആൻഡോസിലോട്ട് വരാൻ കാരണം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാടുകളിൽ അവകൾക്ക് ഭക്ഷണം ഇല്ലാത്തത് കൊണ്ടാണ് അവകൾ വേട്ടയാടാൻ ലോസ് ആൻഡോസിലേക്ക് വന്നിരിക്കുന്നത്. അതിനുശേഷം കുറേയധികം മനുഷ്യരെ ആ ഒരു സിംഹങ്ങൾ വേട്ടയാടി ഭക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതാണ്. ഇതിനൊരു പ്രതിവിധി കണ്ടെത്തുന്നത് വരെ ജനങ്ങൾ വീടിന് വെളിയിൽ ഇറങ്ങാതെ സൂക്ഷിക്കുക. ടി വി ഓഫ്. എടാ ഷിൻചാനെ, ആ ഒരു ന്യൂസിനകത്ത് പറഞ്ഞ കേട്ടാ നമ്മുടെ ഒരു ലോസ് ആൻഡോസിലോട്ട് ഇത്രയധികം സിംഹങ്ങൾ വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സിംഹങ്ങൾക്ക് കാട്ടിൽ ഭക്ഷണം ഇല്ലാത്തത് കൊണ്ട് സിംഹങ്ങൾ വേട്ടയാടാനായിട്ടാണ് നമ്മുടെ ഒരു ലോസ് ആൻഡോസിലോട്ട് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ കുറേയധികം മനുഷ്യരെ ആ ഒരു സിംഹങ്ങൾ വേട്ടയാടി ഭക്ഷിച്ചിട്ടുണ്ടെന്നും. പിന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ വീടിന് വെളിയിൽ ഇറങ്ങാൻ പാടില്ലെന്നാണ് ആ ഒരു ന്യൂസിൽ പറഞ്ഞത്. എടാ ഷിൻചാനെ പറഞ്ഞ കേട്ടാ, നമ്മൾ ആവശ്യമില്ലാത്ത വെളിയിലോട്ടൊന്നും ഇറങ്ങാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വീടിനകത്ത് തന്നെ സേഫായിട്ട് ഇരിക്കണോടാ ഷിൻചാനെ. ഇതിനൊരു പ്രതിവിധി കണ്ടെത്തുന്നവരെ നമ്മൾ വീടിനുള്ളിൽ സേഫായിട്ട് തന്നെ ഇരിക്കണം. കേട്ടാടാ ഷിൻചാനെ, നമ്മൾ ആവശ്യമില്ലാതെ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പാടില്ല. ഗീസ്, നമ്മുടെ ഷിൻചാനാണെങ്കിൽ മേളിൽ റൂമിൽ സേഫായിട്ട് ഇരിപ്പുണ്ട് ഗീസ്. ആരോടാ വിളിക്കുന്നത്? ഇത് നമ്മുടെ സയൻറ്റിസ്റ്റ് സുരേഷ് അല്ലേ? ഹലോ സയൻറ്റിസ്റ്റ് സുരേഷേ. നമ്മുടെ ഒരു ലോസ് ആൻഡോസ് മൊത്തം സിംഹങ്ങളാണെന്ന് നീ അറിഞ്ഞോ? എന്താടാ സുരേഷ്, ഈ ലോസ് ആൻഡോസ് മൊത്തം സിംഹങ്ങളാണെന്ന കാര്യം അറിഞ്ഞോന്നാ? ആടാ സുരേഷ്, അതൊക്കെ ഞാൻ അറിഞ്ഞു. ഫ്രാങ്ക്ലിൻ, അപ്പോൾ നീ അത് അറിഞ്ഞല്ലേ? അപ്പോൾ നീ വേണം ഈ ഒരു ലോസ് ആൻഡോസിനെ സിംഹങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാനായിട്ട്. എന്താടാ സുരേഷ്, ഞാൻ ഈ ലോസ് ആൻഡോസിനെ സിംഹങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാനാ? ഞാനിങ്ങനെ രക്ഷിക്കാൻ? ഫ്രാങ്ക്ലിൻ, നീ ഇപ്പം തന്നെ എൻ്റെ വീട്ടിലോട്ട് വാ. ഞാനൊരു പ്രത്യേകതരം ബോംബ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ബോംബ് നീ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും വെച്ച് പൊട്ടിക്കണോടാ ഫ്രാങ്ക്ലിനെ. അത് പൊട്ടുമ്പോൾ അതിനുള്ളിൽ നിന്ന് ഒരു പ്രത്യേകതരം സ്മെല്ലും പ്രത്യേകതരം പുകയും വരും. ആ പുകയും സ്മെല്ലും ഈ സിംഹങ്ങൾക്ക് താങ്ങാൻ കഴിയില്ലടാ ഫ്രാങ്ക്ലിനെ. അപ്പോൾ തന്നെ ആ സിംഹങ്ങളൊക്കെ തിരിച്ച് കാട്ടിലോട്ട് പോകും. അപ്പോൾ നീ വേണം ഈ ലോസ് ആൻഡോസിനെ രക്ഷിക്കാൻ. ഇനി പറഞ്ഞു കളയാൻ സമയമില്ല. നീ വേഗം തന്നെ എൻ്റെ വീട്ടിലോട്ട് വാ. അതിന് ഈ റോഡ് മൊത്തം സിംഹങ്ങളുള്ളപ്പോൾ ഞാനിങ്ങനെ നിൻ്റെ വീട്ടിലോട്ട് വരാനോ? ഫ്രാങ്ക്ലിൻ, ഒന്നും പറഞ്ഞാൽ പറ്റത്തില്ല. നീ വേഗം തന്നെ വാ. എന്താടാ ഫോൺ കട്ട് ചെയ്താ? അപ്പോൾ അവർ സുരേഷ് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ്റെ വീട്ടിൽ അവൻ ഒരു പ്രത്യേകതരം ബോംബ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന്. ഞാൻ അവൻ്റെ വീട്ടിൽ പോയി ആ ഒരു ബോംബ് എടുത്ത് എവിടെയെങ്കിലും വെച്ച് പൊട്ടിക്കണമെന്ന്. അത് പൊട്ടുമ്പോൾ അതിനുള്ളിൽ നിന്നൊരു പ്രത്യേകതരം സ്മെല്ലും ഒരു പ്രത്യേകതരം പുകയും വന്നിട്ട് ഈ ഒരു സിംഹങ്ങൾക്കത് താങ്ങാൻ കഴിയാതെ അവർ തിരിച്ച് കാട്ടിലോട്ട് പോകുമെന്നാണ് അവൻ പറയുന്നത്. സംഭവമൊക്കെ കൊള്ളാം. പക്ഷേ ഈ ഒരു സിംഹങ്ങൾ ഈ റോട്ടിലൊക്കെ ഉള്ളപ്പോൾ ഞാനെങ്ങനെ അവൻ്റെ വീട്ടിലോട്ട് പോകും? ഇതിപ്പോൾ ഞാൻ എങ്ങനെ ഇപ്പോൾ അവൻ്റെ വീട്ടിലോട്ട് പോവുക? അതിന് മുമ്പ് ഞാൻ ഷിൻചാൻ്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞിട്ട് വരട്ടെ. ഗീസ്, നമ്മൾ ഷിൻചാൻ്റെ അടുത്ത് ഈ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആലോചിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റോഡ് മൊത്തം സിംഹങ്ങളുള്ളപ്പം ഞാൻ എങ്ങനെ അവൻ്റെ ആ ഒരു വീട്ടിലോട്ട് പോകുന്നതാണ്.
പക്ഷേ ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ ഇത് മറികടക്കാനായിട്ട് ഞാനൊരു ഹെലികോപ്റ്റർ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് ഗീസ്. ഓക്കെ, സോ ഞാൻ അത് വാങ്ങിച്ച് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോംബി വൈറസ് വല്ലതും വരുമ്പോൾ നമുക്ക് രക്ഷപ്പെടാനായിട്ടാണ്. പക്ഷേ ഇങ്ങനത്തെ ഒരു സിംഹങ്ങൾ വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. സോ ഇതാണ് നമ്മുടെ ഹെലികോപ്റ്റർ. സോ നമുക്ക് ഇപ്പം തന്നെ ഈ ഒരു ഹെലികോപ്റ്ററിൽ കയറിയിട്ട് നമ്മുടെ ആ ഒരു സുരേഷിൻ്റെ വീട്ടിലോട്ട് പോകാം ഗീസ്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ഹെലികോപ്റ്ററും കൊണ്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ലോസ് ആൻറ്റോസിലെയൊക്കെ സിംഹങ്ങളെ. ഓക്കെ, സോ നമുക്ക് എന്തായാലും വേദന അവൻ്റെ വീട്ടിലോട്ട് പോവാം. സോ ഗീസ് നോക്കിക്കേ, നമ്മുടെ ഈ ഒരു ലോസ് ആൻറ്റോസ് ഫുള്ള് സിംഹങ്ങളാണ്. പിന്നെ നമുക്കിപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഹെലികോപ്റ്ററിലല്ലേ ഇരിക്കുന്നത്, അതിനൊന്നും നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ നമുക്ക് എന്തായാലും ഇപ്പം തന്നെ അവൻ്റെ വീട്ടിലോട്ട് പോകാം. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. സോ ഗീസ് നമ്മൾ അവൻ്റെ വീട്ടിൽ പോയിട്ട് ആ ഒരു ബോംബൊക്കെ വാങ്ങിച്ച് നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് വരുവാണ് ഗീസ്. ഓക്കെ, ഇപ്പോഴും നമ്മുടെ റോഡ് ഫുള്ള് സിംഹങ്ങളാണ്. സോ നമുക്കെന്തായാലും വീട്ടിലോട്ട് പോയിട്ട് നമ്മുടെ ആ ഒരു ബോംബ് പൊട്ടിച്ച് നോക്കാം ഗീസ്. സോ നമ്മുടെ സിംഹങ്ങളൊക്കെ അപ്പോൾ പോവോ ഇല്ലയോ എന്ന് നോക്കാം. ഇത് വർക്കൗട്ട് ആവുമോയെന്നും അറിയത്തില്ല. സോ നമുക്കെന്തായാലും ചെയ്ത് നോക്കാം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗീസ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും. ഓരോ വീഡിയോയും കഷ്ടപ്പെട്ടാണ് ഗീസ് ഇടുന്നത് ഗീസ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ലൈക്ക്, ഷെയർ, കമൻറ്റൊക്കെ ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഫുൾ സപ്പോർട്ട് ഗീസ്. അപ്പോൾ എല്ലാവരും വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. എടാ ഷിൻചാനെ, ഞാൻ വന്ന് അപ്പോൾ ഒരു സുരേഷ് അങ്കിളിൻ്റെ കയ്യിൽ നിന്ന് ഈ ഒരു ബോംബൊക്കെ വാങ്ങിച്ചല്ലേ ഫ്രാങ്കമ്പേ? ആടാ ഷിൻചാനെ, ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് ഈ ഒരു ബോംബൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. സോ ഗീസ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഈ ഒരു പച്ച ബോംബാണ്, അവൻ തന്ന ബോംബ്. ഒന്നല്ല ഗീസ്, അവനൊരു 4-5 തന്നിട്ടുണ്ട്. സോ നമുക്കെന്തായാലും ഇവിടെ വെച്ച് പൊട്ടിച്ച് നോക്കാം. പിന്നെ അവൻ പറഞ്ഞു ഡേഞ്ചറാണ് ഗീസ്, ബോംബല്ലേ, നല്ല ഡേഞ്ചറായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ സേഫ്റ്റിയൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. അതായത് ഇത് പൊട്ടിക്കുമ്പോൾ നമ്മൾ മാറി നിന്ന് വേണം ഗീസ് ഒക്കെ പൊട്ടിക്കാൻ. സോ നമ്മൾ ഒരു 4-5 വെച്ചിട്ടുണ്ട്. സോ നമുക്കെന്തായാലും ഇപ്പം തന്നെ ഇത് ആക്ടിവേറ്റ് ചെയ്ത് നോക്കാം. എടാ ഷിൻചാനെ, മാറി നിൽക്ക്, ബോംബാണ് അല്ലാതെ പടക്കമല്ല. സോ നമ്മൾ അത്രയും സേഫ്റ്റിയോടെ വേണം ചെയ്യാനായിട്ട്. സോ മാറി നിൽക്കടാ ഷിൻചാനെ, മാറി നിൽക്ക്. സോ നമുക്ക് എന്തായാലും ഇപ്പം തന്നെ ഇത് ആക്ടിവേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സിംഹങ്ങളൊക്കെ ഈ ഒരു ബോംബ് പൊട്ടുമ്പോൾ പോകണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഗീസ്. ഓക്കെ, സോ എടാ ഷിൻചാനെ, നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം. ഓക്കെ, ആ ഒരു ബോംബ് ആക്ടിവേറ്റ് ആയി ഗീസ്. അതിൻ്റെ ആഹ്ലാദത്തിൽ നമ്മൾ തെറിച്ച് പോയി. ഓക്കെ, വീണ്ടും വീണ്. ഓക്കെ, എണീക്കടാ ഫ്രാങ്ക്ലിനെ, എണീക്ക്. സോ എടാ പറഞ്ഞോളൂ നമ്മുടെ ഷിൻചാൻ, എടാ അവനെങ്ങോട്ട് തെറിച്ച് പോയി കാണും. എടാ ഷിൻചാനെ അവനിനി എങ്ങോട്ട് തെറിച്ച് പോയോ ആവോ. എടാ ഷിൻചാനെ, പിന്നെ നമ്മുടെ ഈ ഒരു സിംഹങ്ങളൊക്കെ പോയോ ആവോ ഈ ഒരു ബോംബ് പൊട്ടിയപ്പോൾ. എടാ ഷിൻചാനെ, നീ എങ്ങോട്ടാ തെറിച്ച് പോയേ? ഫ്രാങ്കിമ്മ, എനിക്കൊന്നും പറ്റിയില്ല, ഞാൻ തെറിച്ച് നേരെ വെള്ളത്തിലോട്ടാണ് വീണത്, അതുകൊണ്ട് എനിക്കൊന്നും പറ്റിയില്ല. എന്താടാ ഷിൻചാനെ, നീ വെള്ളത്തിലോട്ടല്ലേ വീണ്? ഞാനാണെങ്കിൽ തെറിച്ച് മേളിലോട്ട് പോയി. ഓക്കെ, സോ വാടാ ഷിൻചാനെ, നമ്മുടെ ലോസ് ആൻറ്റോസിലെ സിംഹങ്ങളൊക്കെ പോയോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ആ ഒരു ബോംബ് പൊട്ടിച്ചപ്പോൾ വാടാ ഷിൻചാനെ, നമുക്കെന്തെങ്കിലും വേഗം തന്നെ പോയി നോക്കാം. ആ സുരേഷ് എന്ന ബോംബ് വർക്കൗട്ടായില്ലയോ നോക്കാടാ ഷിൻചാനെ. ആടാ ഷിൻചാനെ, അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ പോയി നോക്കാം. പിന്നെ ഗീസ് നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഫുൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, വാടാ ഷിൻചാനെ, നമുക്ക് ഇപ്പം തന്നെ പോയി നോക്കാം. ഗീസ് അങ്ങനെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് വാടാ ഷിൻചാനെ. സോ നമുക്ക് റോട്ടിലോട്ട് ഇറങ്ങി നോക്കാം. റോട്ടിലായിരുന്നല്ലോ സിംഹങ്ങളൊക്കെ. സോ നമ്മൾ റോട്ടിലോട്ട് ഇറങ്ങി നോക്കാം ഗീസ്. ഓക്കെ, എടാ ഷിൻചാനെ, ഇത് ഇവിടെ നിന്ന് ഒറ്റ സിംഹങ്ങളില്ലടാ ഷിൻചാനെ. അവൻ തന്ന ഒരു ബോംബ് വർക്കൗട്ടാടാ ഷിൻചാനെ. അപ്പോൾ ഫ്രാങ്കമ്പേ, അപ്പോൾ ഈ ലോസ് ആൻറ്റോസിലെ സിംഹങ്ങളൊക്കെ പോയല്ലേ ഫ്രാങ്കമ്പേ? ആടാ ഷിൻചാനെ, നമ്മുടെ ഒരു ലോസ് ആൻറ്റോസിലെ എല്ലാ സിംഹങ്ങളും പോയി. ഇനി നമുക്ക് സമാധാനമായിട്ട് പുറത്തിറങ്ങി നടക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.